ഹായ് ഫ്രണ്ട്സ്. സോ ഇന്നലെ മുതൽ ആ റീജിയൽ വാർ അത് കുറേ എസ്കലേറ്റ് ചെയ്തതിൻ്റെ പുറത്ത്, ദാറ്റ് മീൻസ് കുവൈറ്റിൽ അതുപോലെ തന്നെ ബെറിലൊക്കെ ഇറാൻ ഡ്രോൺ അറ്റാക്ക് നടത്തിയതിൻ്റെ പുറത്ത് ഇന്നലെ രാത്രി ഇന്ന് വെളുപ്പിന് യു എസ് മാർക്കറ്റ് ലിറ്ററലി ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഷാറ്റേഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ തകർന്നെന്നൊക്കെ വേണം പറയാൻ സാധിക്കും. 600 പോയിന്റ് മുകളിലാണ് ഡൗ ജോൺസ് തകർന്ന് തരിപ്പണമായത് ശരിക്കും. എന്നിരുന്നാൽ തന്നെയും പ്രത്യേകിച്ച് ക്രൂഡൊന്നും പ്രത്യേകിച്ചൊരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല, റേഞ്ച് ബോണ്ടാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഈ ഡൗ ജോൺസിൻ്റെ 600 പോയിന്റ് പ്ലസിലുള്ള തകർച്ച ഏഷ്യൻ മാർക്കറ്റ്സിൽ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് ഏഷ്യൻ മാർക്കറ്റ് 6 മണിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. തീർച്ചയായും നമുക്കൊരു ഗ്യാപ് ഡൗൺ ഒക്കെ പ്രതീക്ഷിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ട്രെൻഡിങ് 4 സെക്ടേഴ്സേ ഉള്ളൂ. ഫാമ എന്ന് പറയാം, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വയർസ് ആൻഡ് കേബിൾസ്, ഡിഫൻസ്, ഇങ്ങനെ ഏതാനും സെക്ടേഴ്സ് മാത്രമേ ട്രെൻഡ് ചെയ്യുന്നുള്ളൂ ഇന്ത്യൻ മാർക്കറ്റിൽ. സോ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ തന്നെ ട്രെൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീക്ക് മാർക്കറ്റിൽ ഇതൊക്കെ വീക്ക്നെസ് കാണിക്കുകയും ചെയ്യും. അതുകൂടെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മുടെ ട്രേഡ്സിനെ പ്ലാൻ ചെയ്യാനായിട്ട്. എനിവേ, ഇന്നെനിക്ക് ഏർലി മോർണിംഗ് ട്രാവൽ കൊണ്ടാണ് 5:30 മണിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 6:30 ആകുമ്പം ഏഷ്യൻ മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോഴേ കുറേ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. യു എസിലെ ഇന്നലത്തെ ഹ്യൂജ് പ്രോഫിറ്റ് ബുക്കിംഗ് അത് എങ്ങനെയാണ് ഏഷ്യൻ മാർക്കറ്റ്സിനെ രാവിലെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ.